ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ടോക്സിക് എന്ന് പറഞ്ഞ അവിടത്തിൻ്റെ ഭാഗത്തുനിന്ന് ബർത്ത്ഡേ വീക്ക് എന്ന് പറഞ്ഞിട്ട് വീഡിയോ പുറത്തിറങ്ങിയത് ഇപ്പോൾ ട്രെൻഡിങ് 1-ലൊക്കെയാണ് യൂട്യൂബിൽ. പിന്നെ ബിഗ് മൂവി മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ നമ്പർ 1 ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറക്കിയിരിക്കുകയാണ്. പിന്നെ സംക്രാന്തി വസ്തു എന്ന് പറഞ്ഞ അവിടത്തിൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ഷിരീഷിന് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ സർവ 37 എന്ന് പറഞ്ഞ അവിടത്തിൻ്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കും ജനുവരി 14 വരും എന്നുള്ള അറിയിച്ചുകൊണ്ട് പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ നിഹാരിക NM എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട്രസ് സ്റ്റോൺ ബെഞ്ച് ഫിലിംസിനായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അതും 3 പടത്തിന് വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള അതും ലീഡ് ആക്ട്രസ് ആയിട്ടുള്ള രീതിയിലാണെന്നാണ് കേൾക്കുന്നത്. പിന്നെ DNA എന്ന് പറഞ്ഞിട്ടുള്ള അഥർവയും നിമിഷ സജീനെ അഭിനയിക്കുന്ന പടത്തിൻ്റെ ടീച്ചർ ഇന്ന് 12 പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഫത്തഹ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തു നിന്ന് 1 Day to Go പോസ്റ്റർ വന്നു. അതേമാതിരി ഇന്നാണ് പടം റിലീസായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പടത്തിന് അധികം ബുക്കിംഗ് ഒന്നും നടന്നിട്ടില്ല. എന്തായാലും 99 രൂപയ്ക്കാണ് ഫസ്റ്റ് സീസണിന് ഇതിൻ്റെ ടിക്കറ്റ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ പടത്തിന് നല്ല റിവ്യൂസ് കിട്ടിയതിന് ശേഷം അടിച്ചു കയറി വരണം. പിന്നെ എന്താ ഇന്ത്യ സ്റ്റോറി എന്ന് പറഞ്ഞ പടത്തിൻ്റെ പൂജ നടന്നിട്ടുണ്ട്. എന്തായാലും തുടങ്ങിയിട്ടുണ്ട് സംഭവം. ഇതിൽ ശ്രേയസ് തൽപാരി, കാജൽ അഗർവാലാണ് അഭിനയിക്കുന്നത്. ഷാകിർ ബൈ ഷിൻഡെ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എഴുതിയിട്ടുള്ളത്. ഓഗസ്റ്റ് 15 2025 പടം റിലീസാവുക. പിന്നെ ഡാക്ക മഹാരാജ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് 3 Days to Go പോസ്റ്റർ വന്നു. പിന്നെ പ്രാവൻകൂടി ഷാപ്പ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഉണ്ണിമുന്തനും ധ്രുവവിക്രമും കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടി. അതേമാതിരി ഷെരീഫ് മുഹമ്മദും കിയാൻ വിക്രമും കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പിന്നെ വീരധീര സൂരം പാർട്ട് 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും തിയേറ്ററുകൾ അടിച്ചെടുത്തിരിക്കുന്നത് എൻവിയർ സിനിമ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ജീവി പ്രകാശിൻ്റെ പടത്തിലത്തെ ടീച്ചർ പുറത്തിറങ്ങുന്നു പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത ടീച്ചറായിട്ടാണ് തോന്നിയത്. മാർച്ച് 7 2025 പടം റിലീസാവുക. പിന്നെ റൈസ് ഓഫ് അശോക എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ വേറെ മാറി ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് പുറത്തിറങ്ങിയെന്നുള്ള അറിയിച്ചു. പിന്നെ സായികുമാർ സിനിമാ കരിയറിലേക്ക് വന്നിട്ട് 50 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ വണങ്ക എന്ന് പറഞ്ഞ പടം 300-ലും കൂടുതൽ സ്ക്രീനിലാണ് തമിഴ്നാട്ടിൽ റിലീസാവുന്നത്. പിന്നെ മദ്രാസ്കാരൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കേരളത്തിലെ തിയേറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതേമാതിരി ഈ പടത്തിൻ്റെ ഫ്രം ടുമാറോ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിരുന്നു. അത് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ എന്ന് സ്വന്തം പുണ്യാളം എന്ന് പറഞ്ഞിട്ടുള്ള അനശ്വരാജൻ്റെ 2ാമത്തെ പടമാണ്. നല്ല രേഖാചിത്രം ഇറങ്ങി ഇന്ന് പുതിയ ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ കേരള തിയേറ്റർ ലിസ്റ്റും വന്നിട്ടുണ്ട്. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കേരള തിയേറ്റർ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിൻ്റെ ഗ്രാൻഡ് റിലീസ് ടുമാറോ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിരുന്നു. ഇതിൻ്റെ പ്രീസെയിൽസ് മാത്രം 53 കോടി കഴിഞ്ഞു എന്നുള്ള ലെവലിലൊക്കെ ഞാൻ കേട്ടിരുന്നു. എന്താ സത്യാവസ്ഥ എന്നുള്ള അറിയില്ല. പിന്നെ എത്ര ആൾക്കാർക്ക് അറിയാമെന്നുള്ള അറിയില്ല. ഈ പടം എന്ന് പറയുന്നത് മധുരയിൽ നടന്ന ഒരു സംഭവത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ട്രൂ സ്റ്റോറിയിൽ കണക്ഷൻ വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഫ്രം ടുഡേ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് മുന്നായിട്ട് നോർത്ത് ഇന്ത്യ ബുക്കിംഗ്സ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലും പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണിക്കാം. പിന്നെ നായക് എന്ന് പറഞ്ഞിട്ടുള്ള രാംചരൻ്റെ പടം പുറത്തിറങ്ങിയിട്ട് 12 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 12 years ഓഫ് നായക് എന്നുള്ള രീതിയിൽ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ പൈങ്കിളി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പുതിയ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഫ്ലെക്സ് ആണ്, അത് തിയേറ്ററിൽ വെച്ചിട്ടുള്ളത് കിട്ടിയതാണ്. എന്തായാലും സ്ക്രീനിൽ കാണിക്കാം. ഫെബ്രുവരി 14 പടം റിലീസാവുക. പിന്നെ കഥ പോമ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പാടിയ ആൾക്കാർ എന്ന് വെച്ചാൽ അതിൻ്റെ ടീം വീണ്ടും ഒന്നിക്കുകയാണ്. വഴിത്തുനയെ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാഗൺ എന്ന് പറഞ്ഞ പടത്തിലത്തെ അടുത്ത പാട്ടിനായിട്ട്. പിന്നെ ഗൗതം വാസുദേവന്റെ ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ഫേഴ്സ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗമായിട്ട് മമ്മൂട്ടി ഒരു ഷർട്ടിന്റെ മുകളിൽ നിന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ കിട്ടിയിരുന്നു. അതേ രീതിയിൽ ആളുടെ ഒരു ഫോട്ടോ ആണ്. എന്തായാലും ഇതിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. അത് 1 million+ വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. 1 million+ വ്യൂസ് ക്രെഡിറ്റഡ് ഓൺ യൂട്യൂബ്. നന്ദി ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇവർ 1 million അതിൻ്റെ അറിയിച്ചിട്ടുള്ളത്. പിന്നെ രേഖാചിത്രം എന്ന് പറഞ്ഞ പടത്തിന്റെ നല്ല അഭിപ്രായം കാരണം റെസ്റ്റ് ഓഫ് ഇന്ത്യയിലൊക്കെ തിയേറ്ററിൽ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പുതിയ തിയേറ്റർ ലിസ്റ്റ് ഉണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിൽ മമ്മൂട്ടി ഉണ്ടോ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു കാര്യം, അത് സ്പോയിലറൊന്നല്ല, ഓൾറെഡി ഇവർ തന്നെ ഫോട്ടോ ഇറക്കിയിട്ടുള്ളതാണ്. മമ്മൂട്ടി ചേട്ടൻ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം 2024 ജനുവരിയിൽ അബ്രഹാം ഹോസ്ലറിൽ മമ്മൂട്ടി ഉണ്ടായിരുന്ന അനശ്വരാജൻ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം 2025 ജനുവരിയിൽ രേഖാചിത്രത്തിൽ അനശ്വരാജനും മമ്മൂട്ടി ഉണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ അതേമാതിരി ഉണ്ടാവും എന്നുള്ളത് നോക്കാം. പിന്നെ സൂര്യ 45 എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യയുടെ വരാൻ പോണ പടം അർജ ബാലാജി എടുക്കുന്ന പടമാണ്. റെട്രോ എന്ന് പറഞ്ഞ പടത്തിന് ശേഷം വരാൻ പോണ പടമാണ്. ആ പടത്തിൽ അജയ് വർഗീസ് ഒരു റോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. ആളതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കേൾക്കുന്നുണ്ട്. പിന്നെ അല്ലു അർജുൻ്റെ 22ാമത്തെ പടം പുഷ്പ 2 എന്ന് പറഞ്ഞ പടത്തിന് ശേഷം റിലീസ് ആകാൻ പോണ പടമാണ്. അതേമാതിരി അല്ലു അർജുൻ്റെ 23ാമത്തെ പടം. അത് ഏതാണെന്നുള്ള അറിയില്ല. എന്തായാലും AA22 എന്ന് പറയുന്ന പടം ത്രിവിക്രമാണ് എടുക്കുന്നത്. ഈ പടം ഈ AA22 AA23 തമ്മിലുള്ള റിലീസിന്റെ ഗ്യാപ്പ് കുറച്ചുണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ AA23 ചിലപ്പോൾ ചെറിയ പടാനുള്ള ചാൻസസ് ഉണ്ട് തോന്നുന്നുണ്ട്. എന്താണെന്നുള്ള അറിയില്ല. പിന്നെ വിടാമുയർച്ച എന്ന് പറഞ്ഞ പടത്തിന് സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. പടത്തിന് യുവാറിയ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. 2 മണിക്കൂറും 30 മിനിറ്റും 46 സെക്കൻഡാണ് പടത്തിന് റൺ ടൈമായി പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ പടം Disney+ ഹോട്ട്സ്റ്റാറിലൂടെ ജനുവരി 11 റിലീസാവും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ എന്ന് പറഞ്ഞ 5 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങിയ. പിന്നെ തലവതി ഇഷ്കിങ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് ഈ ആഴ്ചയിൽ തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ ജനുവരി 2nd വീക്ക് എന്നാണ് കേട്ടിരുന്നത്. അപ്പോൾ ഈ ആഴ്ചയിലായിട്ട് തുടങ്ങും എന്നുള്ളതിന് കേൾക്കുന്നത്. എപ്പോഴാണെന്നുള്ള അറിയില്ല. എന്തായാലും ഇതേ ഫസ്റ്റ് ലുക്ക് ന്യൂ ഇയറിന് വരും എന്ന് പറഞ്ഞാൽ പക്ഷേ വന്നിട്ടുണ്ടായില്ല. ഇനിയിപ്പോൾ പൊങ്കലിന് വരും എന്നുള്ള കേൾക്കുന്നുണ്ട്. അത് വരുമെന്നുള്ളത് നോക്കി നോക്കാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനിയിട്ടാണ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോക്കി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.